ആദ്യം ആ മോതിരം ഊരിയെടുക്ക. ശ്രീലക്ഷ്മി, മോതിരം ഊരിക്കോളൂ. പറ്റുന്നില്ലേ മോളെ? ഞാൻ നോക്കട്ടെ. രവിവർമ്മ സാറിന് താൻ കണ്ണീരുകൊണ്ട് നന്ദി പറയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ആക്ച്വലി ഞാനും സാറിനോട് നന്ദി പറയേണ്ടതാണ്. ഐ ഹാവ് ടു താങ്ക് ഹിം. നമ്മുടെ വിവാഹം ഉറപ്പിക്കാൻ അദ്ദേഹം ചെയ്തെന്ന ഉപകാരം വളരെ വലുതാണ് ശ്രീലക്ഷ്മി. അതുമാത്രമല്ല, ഈ മോതിരം ഗിഫ്റ്റായിട്ട് വാങ്ങിത്തന്നതും സാറാണ്. രവിവർമ്മൻ സാർ, നമ്മുടെ മനസ്സിൽ സാറിന് എന്നും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടാവും. വളരെ വലിയ സ്ഥാനം. താങ്ക് യു സോ മച്ച്. സോറി, വേദന എടുക്കുന്നല്ലേ മോളെ? ഏത് മുടങ്ങിപ്പോയ ബന്ധ? അയ്യോ, സോറി 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 സോറി. ഞാൻ എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോറി മാഡം, സോറി സുദർശൻ ചേട്ടാ, ക്ഷമിച്ചേക്ക്. അറിയാതെ പറ്റിപ്പോയതാ. അല്ല, നിങ്ങളെല്ലാവരും ഇത് ഇവരോട് പറഞ്ഞു കാണുമെന്നാ ഞാൻ കരുതിയത്. അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? എല്ലാം ഒളിപ്പിച്ചു വെച്ചോ നിങ്ങള്? അല്ല, ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാണ്. ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം വേണ്ടെന്ന് തോന്നുന്നു. പണ്ട് മുടങ്ങിപ്പോയ കല്യാണം അപ്പോഴേ അവസാനിച്ചു കഴിഞ്ഞു. അല്ലേ സുദർശൻ ചേട്ടാ? ചേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു? ഇയാൾ എന്താ ഈ പറയുന്നേ? ഏത് മുടങ്ങിപ്പോയ ബന്ധ? ശ്രീലക്ഷ്മി, ഒരു നിമിഷം. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഇവർ ഇക്കാര്യം പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. നേരത്തെ തന്നെ എനിക്കെല്ലാം അറിയാമായിരുന്നു. ശ്രീലക്ഷ്മി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് തന്നെ. നേരിട്ട് പറഞ്ഞെന്നോ? അപ്പൊ എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അതില്? എന്ത് പ്രശ്നം? നിങ്ങളുടെ മകൻ ദീപുവുമായി ആദ്യം എൻഗേജ്മെന്റ് നടത്തി, പിന്നീട് അത് മുടങ്ങിപ്പോയി. അതെങ്ങനെ മുടങ്ങിയെന്നും അറിയാം. ഇനി അഥവാ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല, അതിനെ ഊതിപ്പെരിപ്പിച്ച് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും ഇവിടില്ല. എന്തായാലും ഇനി മുതൽ ഞാനും ശ്രീലക്ഷ്മി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയല്ലേ. അപ്പൊ പിന്നെ നമ്മൾ തന്നെ സാവകാശം കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിക്കോളാം. അതിന് നിങ്ങളുടെ ആരുടെ സഹായം ആവശ്യമില്ല. അതെ അതെ, പഴയതൊക്കെ കുത്തിപ്പൊക്കി എടുക്കാൻ പോയാലേ ആർക്കും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ആ സംസാരം വേണ്ട ഇവിടെ. ദേ, ഈ ചടങ്ങ് ഭംഗിയായി നടത്താനാ നിങ്ങൾ എല്ലാവരും സഹകരിക്കേണ്ടത്. പ്രസ്തുത മംഗളകർമ്മത്തിൽ പങ്കുകൊള്ളുന്നതിന് താങ്കളുടെ സകുടുംബ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഉപചാരപൂർവം കെ സുദർശനൻ,
KP സരോജം. മതി തിരുമേനി, ധാരാളം. ആ, അവസാനം രവി സാറിന്റെയും ഗായത്രി ദേവി അമ്മയുടെയും പേരുകൂടി എഴുതി ചേർക്കണം. അവര് കാരണമാണ് ഈ വിവാഹം നടക്കുന്നത്. അല്ല ശ്രീലക്ഷ്മിയുടെ അച്ഛ, അത് പിന്നെ ഞങ്ങളുടെ പേരെന്തിനാ ഇതില്? അതല്ല സാർ, ക്ഷണക്കത്തിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല സാർ. ദയവ് ചെയ്ത് പറ്റില്ലെന്ന് പറയരുത് സാർ, പ്ലീസ്. അതെന്റെ മകൾക്കുള്ള ആശീർവാദമാണെന്ന് കരുതിയാൽ മതി, പ്ലീസ്. താഴെ ഉപചാരപൂർവം എന്നുള്ളിടത്ത് സാറിന്റെ അമ്മയുടെയും പേരുകൂടി എഴുതി ചേർക്കണം, പ്ലീസ്. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. അല്ല, താനെന്തിനാ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? കൃഷ്ണയുണ്ടോ കൂടെ? എന്തു പറ്റുന്ന എനിക്ക്? അറിയോ ഓക്കെ ശ്രീലക്ഷ്മി? എന്തു പറ്റിപ്പോ? വീട്ടിൽ നടന്നൊക്കെ തനിക്ക് ബുദ്ധിമുട്ടായോ? ഗുഡ്. രാവിലെ തന്റെ മെസ്സേജ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി താൻ വളരെ ഇമോഷണൽ ആണെന്ന്. ഓർമ്മയില്ലേ നെവർ ലെറ്റ് മീ ഗോ എന്ന് താൻ എനിക്ക് മെസ്സേജ് അയച്ചത്? ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. താനത് അയച്ചപ്പോ താൻ എന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. താൻ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ആ 3 അക്ഷരം ഞാൻ എന്റെ ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിക്കും ശ്രീലക്ഷ്മി. യു ക്യാൻ ബിലീവ് മീ, ഐ പ്രോമിസ്. ആക്ച്വലി നേരത്തെ വീട്ടിലെ സിറ്റുവേഷൻ അല്പം ആശങ്ക ഉണ്ടാക്കിയെന്നത് സത്യമാണ്. തന്റെ അനുവാദം ഇല്ലാതെ തന്നെ തന്റെ പഴയ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. ഐ എം വെരി സോറി. തന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പു തരാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. മുമ്പ് മുടങ്ങിപ്പോയ ആലോചനയെപ്പറ്റി താനെന്ന് ജ്വല്ലറി വെച്ച് പറഞ്ഞില്ലേ, അതിനെപ്പറ്റിയാണ് വീട്ടിൽ സംസാരിക്കുന്നതെന്ന് ഞാൻ ഊഹിച്ചു. അത്രേ ഉള്ളൂ.
നീ എപ്പോഴെത്തി? കുറച്ചേരമായി. നീ മറ്റൊരു ലോകത്താണെന്ന് മനസ്സിലായതുകൊണ്ട് വിളിക്കാത്തതാ. ഞാൻ മറ്റൊരു ലോകത്തായിരുന്നില്ല, മറ്റൊരു നരകത്തിലായിരുന്നു. അറിയാം. അത് നീ സ്വയം സൃഷ്ടിച്ചതാ. അതാ അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതും. അല്ല, കാണണമെന്ന് നീ ഒരു മെസ്സേജ് അയച്ചിരുന്നു. അതെന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. രാജനന്ദിനി വേറോസ് ഉടനെ റെഡിയാക്കണം രാജാറാം. 10-20 വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുകയാണത്. സോറി, നമുക്ക് ആ വേറോസ് പ്രോപ്പർട്ടിയിൽ പൂർണ്ണമായ അധികാരമില്ലെന്ന് നിനക്കറിയാലോ. അതറിയാമായിരുന്നിട്ടും പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇല്ല രാജാറാം, എനിക്കത് സംസാരിച്ചേ പറ്റുള്ളൂ. തേടിയത് നേടിയ ചരിത്രമാണ് എന്റേത്. പക്ഷേ അവസാനമായി ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച 2 കാര്യങ്ങൾ ഒന്നെനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി അവശേഷിക്കുന്നത് ആ വേറോസ് പ്രോപ്പർട്ടി മാത്രമാണ്. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല രാജാറാം. ഒരു കാരണവശാലും അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നീ വേണം എന്നെ അതിന് സഹായിക്കാൻ. അത് ഞാൻ ശ്രമിക്കാം. ചിലപ്പോ വിജയിക്കുകയും ചെയ്യും. പക്ഷേ ഒന്നാമത്തെ നിന്റെ ആ നഷ്ടമുണ്ടല്ലോ, പ്രിയപ്പെട്ട പെണ്ണിനെ കൈമോശം വരുമെന്ന നഷ്ടം. ആ നഷ്ടം നികത്തി ലാഭം വരുത്താൻ നിനക്കെന്ത് ചെയ്യാൻ കഴിയും? ശ്രീലക്ഷ്മിയെ വിട്ടുകൊടുക്കാതെ തിരിച്ചു പിടിക്കാൻ. അതിന്റെ ഉത്തരം നീ കണ്ടുപിടിക്ക. ഞാൻ പോയിട്ട് വരാം. വലിയ ആഡംബരമൊന്നും വേണ്ട, അതിലൊന്നും വലിയ കാര്യമില്ലെന്നുള്ള വിശ്വാസക്കാരനാ ഞാൻ. എന്നുവെച്ചാ ഒറ്റ മോളുടെ കല്യാണം കൊണ്ടാടാൻ അങ്കിളിനി കടവും കാവലും ഒന്നും വാങ്ങിച്ചു കൂട്ടണ്ടാന്നർത്ഥം. സോറി, ഞാൻ അധിക പ്രസംഗമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഹേയ്, ഒരിക്കലും ഇല്ല. മോന്റെ ഈ അഭിപ്രായം പക്വതയുടെ ലക്ഷണമായിട്ട് ഞാൻ കാണൂ. യാതൊരു പരിചയമില്ലാത്ത ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടെ നിന്ന് എല്ലാം അന്വേഷിച്ച് ഇപ്പൊ കാര്യങ്ങൾ ഇതുവരെ ആയില്ലേ? ഇനിയും സച്ചിയുടെ വ്യക്തിത്വവും മനുഷ്യത്വവും അളന്നു നോക്കേണ്ട കാര്യമേ ഇല്ല.
സുദർശനും സരോജവും വളരെ വലിയ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്ക് നല്ലൊരു മരുമകന് കിട്ടിയില്ലേ? ഇനി മുതല് ഞങ്ങൾക്ക് 2 മക്കളാ, ശ്രീലക്ഷ്മി മോളും സച്ചിമോനും. താങ്ക്സ്, വലിയ സന്തോഷം. ആ, ഈ സ്ഥാനക്കയറ്റത്തിന് എന്റെ അമ്മായിയപ്പന് ഒരു ബിഗ് സല്യൂട്ട്. ഉം. ഗുഡ് മോർണിംഗ്. Good morning, sir. Hearty welcome, sir. താങ്ക് യു. Welcome, sir. താങ്ക് യു. ഞങ്ങള് കുറച്ചുപേരെ തൽക്കാലം വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ഓൺ ദ വേ ആണ്. നോ ഇഷ്യൂസ്. രാജാറാമിനോട് ഞാൻ പറഞ്ഞിരുന്നു എല്ലാം സാവകാശം മതിയെന്ന്. അപ്പോ എല്ലാവരും സ്ഥലമെല്ലാം കണ്ടല്ലോ. ഇത് നമ്മളുടെ പഴയ ഓഫീസാണ്. ആക്ച്വലി വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഓഫീസിൽ വെച്ചായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ആൻ ഓസം സ്റ്റാർട്ട്. തുടങ്ങിയ അന്ന് മുതൽ നമ്മളുടെ ഗ്രാഫ് മുകളിലേക്കേ പോയിട്ടുള്ളൂ. ആൻഡ് ഫോർച്ചുനേറ്റ്ലി വി ആർ ഗ്രോയിങ് ദ സെയിം ഗ്രോത്ത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്നലെ വരെ എന്ത് ചെയ്തിരുന്നോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. സ്ഥലമേ മാറിയിട്ടുള്ളൂ, ചെയ്യുന്ന ജോലി സെയിം ആണെന്നർത്ഥം, കിട്ടുന്ന ശമ്പളവും. ഓക്കെ സാൻഡ്ര, അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. രഘുവിന് ക്യാബിൻ കാണിച്ചു കൊടുക്കുക. Okay. രഘു, താങ്ക് യു ചേട്ടാ. സോ ഹാവ് എ നൈസ് ഡേ. യു ക്യാരി ഓൺ. രജറ. Thank you, sir. വരൂ. ക്യാബിൻ കുറച്ചുകൂടെ ഒന്ന് ബ്രോഡായി അല്ലേ? ഈ സ്പേസ് നല്ല റിലീഫ് തരും. പിന്നെ ആകെ മൊത്തം എനിക്ക് തോന്നിയത് വി ആർ ലാക്കിംഗ് ഗ്രീനറി ഇൻസൈഡ് ദ ഓഫീസ്. കുറച്ചുകൂടി ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ പറയണം. ദാറ്റ്സ് ഓൾ. ശരി രാജാറാം,